4ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കൂട്ടുകാരും നിങ്ങളുടെ അടുത്ത ദിവസത്തെ എക്സാം ആയിട്ടുള്ള മാത്സ് അഥവാ ഗണിതം പരീക്ഷയുടെ പാർട്ട് 2 വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു അല്ലേ? ഓക്കെ മക്കളെ, അപ്പോൾ അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കിക്കേ മക്കളെ, ആക്ടിവിറ്റി 4 ബുക്ക് കളക്ഷൻ എന്നതാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ ആക്ടിവിറ്റി 3 വരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്ത കൂട്ടുകാർ എത്രയും വേഗം തന്നെ ആ ഒരു പാർട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ കയറിയിട്ട് കാണേണ്ടതാണ്. നോക്കിക്കേ മക്കളെ, ദ ചിൽഡ്രൻ കളക്റ്റഡ് ബുക്സ് ഫോർ ദ സ്കൂൾ ലൈബ്രറി. നോക്കിക്കേ, എന്താണ് പറഞ്ഞിട്ടുള്ളത്? കുട്ടികൾ അവരുടെ സ്കൂൾ ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നോക്കിക്കേ മക്കളെ, ഇവിടെ 1 ഐക്കൺ ഈക്വൽ ടു 20 ബുക്സ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അതായത് ഇങ്ങനെ ഒരു ബുക്കിൻ്റെ ഐക്കൺ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ടേബിളിൽ തന്നതായിട്ട് കാണാം. അപ്പോൾ ഒരു ബുക്കിൻ്റെ ഐക്കൺ, ഒരു ബുക്കിൻ്റെ ആ ഒരു ചിഹ്നം എത്ര ബുക്കിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? 20 ബുക്കാണല്ലോ. അതായത് ഈ ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ 20 ആണ്, ഇതെന്ന് പറഞ്ഞാൽ 20 ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഓരോ ഐക്കണും എന്താണ്? 20 പുസ്തകങ്ങളെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. നോക്കിക്കേ, ഗ്രൂപ്പ് എ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിന് നേരെ ബുക്സ് കളക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ബുക്കുകളുടെ എണ്ണം അവിടെ ചിത്രമായിട്ട് തന്നിട്ടുണ്ട്. പിന്നെ ഗ്രൂപ്പ് ബിയുടെ തന്നിട്ടുണ്ട്, ഗ്രൂപ്പ് സിയുടെയും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, എന്താണ് ഈ ഒരു ഐക്കൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 ബുക്സ് ആണ് അല്ലേ? 20 പുസ്തകങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഹൗ മെനി ബുക്സ് ഡിഡ് ഗ്രൂപ്പ് ബി കളക്ട് ഇൻ ടോട്ടൽ? അതായത് ആകെ ഈ ഗ്രൂപ്പ് എത്ര പുസ്തകങ്ങൾ കളക്ട് ചെയ്തു എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എത്ര പുസ്തകങ്ങളാണ് മക്കളെ? എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്? നമുക്കറിയാം അല്ലേ, അവർ ഗ്രൂപ്പ് ബി കളക്ട് ചെയ്തിട്ടുള്ള ബുക്സ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഈ ഒരു റോയിലുള്ളതാണ് ഗ്രൂപ്പ് ബി കളക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇതിൽ ഒന്നെന്ന് പറഞ്ഞാൽ ഇതെത്രയാണ്? 20 ആണ്. ഇതെത്രയാണ്? 20 ആണ്. ഇതും 20 ആണ്. ഇതും 20 ആണ്. ഇതും 20 ആണ്. ഇതും 20 ആണ്. അപ്പോൾ അതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് എത്രയാണോ കിട്ടുന്നത് അത്രയും ബുക്സ് അല്ലേ മക്കളെ ഗ്രൂപ്പ് ബി കളക്ട് ചെയ്തിട്ടുള്ളത്? നോക്കിക്കേ, അവിടെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു ഐക്കൺ 20 ബുക്കിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ എത്ര ബുക്കാണ് ഇവിടെ ഉള്ളത് നോക്കിക്കേ മക്കളെ? 1 2 3 4 5 6 5 എണ്ണമാണല്ലോ ഉള്ളത്. അതായത് 5 തവണ നമ്മൾ എന്ത് ചെയ്യണം? 20നെ കൂട്ടണം. അതിന് പകരം 5 × 20 ചെയ്താൽ പോരെ മക്കളെ? അല്ലെങ്കിൽ 20 × 5 ചെയ്താൽ പോരെ? സോറി, 5 അല്ല, 6 ബുക്കുകളല്ലേ ഉള്ളത്? 6 എണ്ണാണല്ലോ. അപ്പോൾ 6 × 20 ആണ് ചെയ്യേണ്ടത് അല്ലേ? 6 ഗുണിക്കണം 20 ആണ് നമ്മൾ ചെയ്യേണ്ടത്. എത്രയാണ് മക്കളെ? 120 ബുക്സ്. 120 ബുക്കാണ് ഗ്രൂപ്പ് ബി കളക്ട് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ, ഹൗ മെനി മോർ ബുക്സ് ഡിഡ് ഗ്രൂപ്പ് ബി കളക്ട് ദാൻ ഗ്രൂപ്പ് എ? അതായത് ഗ്രൂപ്പ് എയേക്കാൾ എത്ര ബുക്ക് അധികമാണ് ഗ്രൂപ്പ് ബി കളക്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ബി കളക്ട് ചെയ്തിട്ടുള്ളത് 120 ബുക്സ് ആണെന്ന് ഇപ്പം നമ്മൾ കണ്ടെത്തിയില്ലേ? ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രൂപ്പ് എ കളക്ട് ചെയ്തിട്ടുള്ള ബുക്സ് എത്രയാണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം അല്ലേ? ഓക്കെ മക്കളെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, എത്ര എണ്ണമാണുള്ളത്? 1 2 3 4 എണ്ണമാണ് തന്നിട്ടുള്ളത് അല്ലേ? അപ്പം നമുക്കവിടെ അറിയാം ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ അതിൽ 20 എണ്ണമാണുള്ളത് അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? 4 × 20 ചെയ്യണം. 4 ഗുണിക്കണം 20 ചെയ്യണം. എത്രയാണ് മക്കളെ? 80 ബുക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് ബിൻ്റെത് 120 ആണെന്നും കിട്ടിയിട്ടുണ്ട്, ഗ്രൂപ്പ് എയുടേത് 80 ആണെന്നും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി അവർ തമ്മിലുള്ള ഡിഫറൻസ് അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 120 - 80 ചെയ്യണം അല്ലേ? 120 കുറയ്ക്കണം 80 ചെയ്യണം. അപ്പോൾ ബാക്കി എത്രയാണ് മക്കളെ? 40. അപ്പോൾ എത്ര കൂടുതലാണ്? 40 ബുക്ക് അധികമാണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഓക്കെ മക്കളെ, ഇനി അതിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, വാട്ട് ഈസ് ഹാഫ് ദി നമ്പർ ഓഫ് ബുക്സ് കളക്റ്റഡ് ബൈ ഗ്രൂപ്പ് സി? അതായത് ഗ്രൂപ്പ് സി ബുക്കുകൾ കളക്ട് ചെയ്ത് നമുക്ക് അവിടെ തന്നിട്ടില്ല മക്കളെ? ആ കളക്ട് ചെയ്ത ബുക്കിൻ്റെ ഹാഫ് എണ്ണം എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പകുതി എണ്ണം എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗ്രൂപ്പ് സി കളക്ട് ചെയ്ത ടോട്ടൽ ബുക്സ് അല്ല, ആ എണ്ണത്തിൻ്റെ പകുതി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹാഫാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് എന്ത് കാണണം മക്കളെ? ഗ്രൂപ്പ് സി എത്രത്തോളം ബുക്സ് കളക്ട് ചെയ്തു എന്ന് കാണണം, അതിൻ്റെ പകുതിയും നമ്മൾ കാണണം അല്ലേ? നോക്കിക്കേ മക്കളെ, നമുക്കവിടെ ടേബിളിലോട്ട് ഒരിക്കൽ കൂടി പോവാം. നമ്മുടെ ഗ്രൂപ്പ് സി ഇവിടെ 3 എണ്ണമാണ് കളക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ? അതായത് 3 × 20 ചെയ്യണം. 3 ഗുണിക്കണം 20 ചെയ്യുകയാണെങ്കിൽ ഗ്രൂപ്പ് സിയുടേത് നമുക്ക് കിട്ടും അല്ലേ? 3 × 20 എത്രയാണ് മക്കളെ? 60 ആണ്, 60 ആണ്. അപ്പോൾ ടോട്ടൽ എത്ര ബുക്കുകളാണ് ഗ്രൂപ്പ് സി കളക്ട് ചെയ്തിട്ടുള്ളത്? 60 ബുക്കുകളാണ് കളക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമ്മളോട് ഗ്രൂപ്പ് സി കളക്ട് ചെയ്ത ബുക്കിൻ്റെ എണ്ണമാണോ ചോദിച്ചിട്ടുള്ളത് മക്കളെ? അല്ല, ആ എണ്ണത്തിൻ്റെ പകുതി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ പകുതി കാണാൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാമല്ലോ 60ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 ആണ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ?
ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ, ഡി ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹൗ മെനി ബുക്സ് ഡിഡ് ഓൾ 3 ഗ്രൂപ്പ്സ് കളക്ട് ടുഗദർ? 3 ഗ്രൂപ്പും കൂടി എത്ര ബുക്ക് കളക്ട് ചെയ്തു എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പം നോക്കിക്കേ, നമുക്ക് ആദ്യം ബുക്കിൻ്റെ ഐക്കൺസ് എത്രയാണ് ഉള്ളത് എന്ന് കൗണ്ട് ചെയ്യുക അല്ലേ. നോക്കിക്കേ എത്രയാണുള്ളത്. 1 2 3 4 5 6 7 8 9 10 11 12 13 13 എണ്ണമാണുള്ളത്. അപ്പോൾ നമ്മൾ ടോട്ടൽ കണ്ടെത്താൻ എന്ത് ചെയ്യണം മക്കളെ? എന്ത് ചെയ്യണം? 13 ഇൻറ്റു 20 ചെയ്താൽ മതി അല്ലേ. 13 ഗുണിക്കണം 20 ചെയ്താൽ മതി. എത്രയാണ് മക്കളെ? 13 ഇൻറ്റു 20 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 260 എന്ന് കിട്ടും, 260 എന്ന് കിട്ടും. മക്കളൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഇനി അതല്ല എങ്കിൽ നമ്മളിപ്പോൾ ഗ്രൂപ്പ് എയുടേത് 80 ആണെന്ന് നമുക്കറിയാം, ബിയുടേത് 120 ആണെന്നറിയാം, സിയുടേത് നമ്മൾ കണ്ടുപിടിച്ചു 60 എന്നറിയാം. അത് മൂന്നും കൂടി ആഡ് ചെയ്താലും മതി. ഓക്കെ, 260 എന്ന് കിട്ടും, 260 എന്ന് കിട്ടും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. സനു ഗേവ് 17 ബുക്സ് ഫോർ ദി ലൈബ്രറി. ഷോ ദിസ് നമ്പർ യൂസിങ് ടാലി മാർക്സ്. അതായത് നമ്മുടെ സനു എന്ത് ചെയ്തിട്ടുണ്ട്? 17 ബുക്ക് അവിടേക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ, സ്കൂളിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ കൊടുത്തിട്ടുള്ള ബുക്കിൻ്റെ നമ്പർ ഇല്ലേ മക്കളെ, എണ്ണമല്ലേ, അതിന് ടാലി മാർക്ക് യൂസ് ചെയ്തിട്ട് കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മക്കൾക്ക് അറിയില്ല ടാലി മാർക്ക് എങ്ങനെയാണെന്നുള്ളത്. എങ്ങനെയാണ് മക്കളെ? നോക്കിക്കേ, 1 2 3 4 5ന് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ക്രോസ് ചെയ്ത് വരയ്ക്കില്ല. ഇപ്പോൾ എത്രയാണ് അവിടെ നമ്പർ? 5 ആണ്. ഓക്കെ, ദെൻ 6 7 8 9 10 എങ്ങനെ വരയ്ക്കും? ക്രോസ് ചെയ്ത് വരയ്ക്കും. ഓക്കെ, 11 12 13 14 15 16 17 അല്ലേ, 17 അല്ലേ പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, ഇതെത്രയാണ്? 5 അല്ലേ. ഇത് 5 + 5 10 10 + 5 15 അല്ലേ. 15 + 2 എത്രയാണ്? 17 ആവും. അപ്പോൾ ഇതേ രീതിയിലാണ് അതിനെ മക്കൾ ടാലി മാർക്ക് യൂസ് ചെയ്തിട്ട് വരയ്ക്കേണ്ടത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കിക്കേ, ആക്ടിവിറ്റി 5A ആണ്. സിമെൻറ്റ് ലോറി എന്നതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. നോക്കിക്കേ, ദർ വാസ് 5 ടൺ സിമെൻറ്റ് ഇൻ എ ലോറി. ഒരു ലോറിയിൽ 5 ടൺ സിമെൻറ്റ് ഉണ്ട് കേട്ടോ. See the weight of cement unloaded at different firms. നോക്കിക്കേ മക്കളെ, നമുക്ക് താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. നിഖിൽ ട്രേഡേഴ്സ് എന്ന് പറയുന്നത് 12 കിൻഡൽസ് ആണ്. ഗ്രാൻഡ് ബിൽഡേഴ്സ് 900 കിലോഗ്രാം ആണ്. കൈരളി സിമെൻറ്റ്സ് 750 kg ആണ്. പിന്നെ നെക്സ്റ്റ് നോക്കിക്കേ മക്കളെ, കോട്ടാക്കകം കൺസ്ട്രക്ഷൻസ് 15 കിൻഡൽസ് അല്ലേ. ഇങ്ങനെയാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, ഔട്ട് ഓഫ് ദി 5 ton cement 12 quintal cement is unloaded. What is the weight of cement left? അതായത് 5 ton cement ഉള്ളതിൽ നിന്ന് 12 quintals 12 quintal cement എന്ത് ചെയ്തിട്ടുണ്ട്? അൺലോഡ് ചെയ്തിട്ടുണ്ട്, ഇറക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള സിമെൻറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കിൻഡൽസ് 10 അതിനൊക്കെ മക്കൾ കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ അറിഞ്ഞെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ മക്കളെ, അപ്പോൾ 5 ടൺ എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാം ആണെന്നറിയോ മക്കളെ? 1000 കിലോഗ്രാം ആണ് ഒരു ടൺ എന്ന് പറയുന്നതിൽ. അത് ഓർത്തിരിക്കുക മക്കളെ, 1000 കിലോഗ്രാം ആണെന്ത്? ഒരു ടൺ എന്നുള്ളത്. ഓക്കെ, 1000 കിലോഗ്രാം ആണ് ഒരു ടൺ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു കിൻഡലാണ് എന്ത് മക്കളെ? ഒരു കിൻഡലാണ് 100 kg 100 കിലോ എന്ന് പറയുന്നത്. ഓക്കെ, ഈ രണ്ട് കൺസെപ്റ്റ് മക്കൾക്ക് അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓർത്തിരിക്കുക, ഒരു ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം ആണ്. ഒരു കിൻഡിൽ എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാം ആണ്. മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു ടൺ എന്ന് പറഞ്ഞത് 1000 കിലോഗ്രാം ആണെങ്കിൽ 5 ടൺ എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 5 ടൺ എന്ന് പറഞ്ഞാൽ 5000 കിലോഗ്രാം അല്ലേ. അപ്പം 5000 കിലോഗ്രാമിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? 5 ടൺ ഉള്ളതിൽ നിന്ന് 12 കിൻഡിലാണ് ഇറക്കിയിട്ടുള്ളതിൽ. അപ്പോൾ 12 കിൻഡിൽ നമ്മൾ മൈനസ് ചെയ്യണം. നമുക്കറിയാം ഒരു കിൻഡിൽ എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാം ആണ് നമുക്കറിയാം. അപ്പോൾ 12 കിൻഡിൽ എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 1200 kg അല്ലേ മക്കളെ. ഓക്കെ, അപ്പോൾ 5000 മൈനസ് 1200 എന്ന് കിട്ടും. അതായത് 3800 kg 3800 കിലോനാണ് എന്തുള്ളത്? ബാക്കിയുള്ളത്. അപ്പം ഈ ഒരു കൺസെപ്റ്റ് അറിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പക്ഷേ ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് അറിയില്ല എങ്കിൽ നമുക്ക് ഇത്തരത്തിലൊരു ചോദ്യം അത് അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ ഓർത്തിരിക്കുക, ഒരു ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം ആണ്. ഒരു കിൻഡിൽ എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാം ആണ്. ആ ഒരു കൺസെപ്റ്റെങ്കിലും മക്കൾ അറിഞ്ഞിരിക്കുക.
ദെൻ അതിലുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കുക മക്കളെ. വാട്ട് ഈസ് ദി ടോട്ടൽ വെയിറ്റ് ഓഫ് ദി സിമെൻറ്റ് അൺലോഡഡ് അറ്റ് നിഖിൽസ് ട്രേഡേഴ്സ് ആൻഡ് ഗ്രാൻഡ് ബിൽഡേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് നിഖിൽ ട്രേഡേഴ്സിൻ്റെയും ഗ്രാൻഡ് ബിൽഡേഴ്സിൻ്റെയും കൂടി ടോട്ടൽ എത്രയാണ് സിമെൻറ്റ് ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നിഖിലും അതുപോലെ തന്നെ ഗ്രാൻഡ് ബിൽഡേഴ്സാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് രണ്ടുമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, 12 ക്വിൻ്റൽസും 900 കിലോഗ്രാം ആണല്ലോ. അവിടെ നിങ്ങൾക്ക് ആ ഒരു മിസ് നേരത്തെ പറഞ്ഞിട്ട് ആ ഒരു കൺസെപ്റ്റ് അറിയെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നോക്കിക്കേ മക്കളെ, 12 ക്വിൻ്റൽസ് പ്ലസ് 900 കിലോഗ്രാം അല്ലേ നമുക്ക് ചെയ്യേണ്ടത്. നമുക്കറിയാം 12 ക്വിൻ്റലിനെ നമുക്ക് കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 1200 എന്ന് കിട്ടും. അപ്പോൾ 1200 പ്ലസ് 900 ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും മക്കളെ? ടോട്ടൽ 2100 കിലോഗ്രാം എന്ന് കിട്ടും. മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ക്വിൻ്റലും അതുപോലെ ടെന്നിനൊക്കെ തന്ന വേഗം എന്ത് ചെയ്യുക, കിലോഗ്രാമിലോട്ട് അങ്ങോട്ട് കൺവേർട്ട് ചെയ്താൽ മതി കേട്ടോ. ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് ദി ടോട്ടൽ വെയിറ്റ് ഓഫ് ദി സിമെൻറ്റ് അൺലോഡഡ് അറ്റ് കൈരളി സിമെൻറ്റ്സ് ആൻഡ് കോട്ടാക്കകം കൺസ്ട്രക്ഷൻസ് അല്ലേ. അതായത് കൈരളി സിമെൻറ്റ്സും അതുപോലെ തന്നെ കോട്ടാക്കകം കൺസ്ട്രക്ഷനും ഈ രണ്ട് സ്ഥലത്തും കൂടി എത്ര സിമെൻറ്റാണ് ടോട്ടൽ ആയിട്ടുള്ളത് അൺലോഡ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കുക മക്കളെ, അവിടെ നമുക്കറിയാം ഒന്ന് 750 കിലോഗ്രാമും അതുപോലെ തന്നെ 15 ക്വിൻ്റലുമാണ് നമുക്ക് തന്നിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മുടെ ഈ ഒരു ടേബിളിൽ തന്നിട്ടുള്ളതാണ് ഈ രണ്ട് ഡീറ്റെയിൽസ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ 50 ക്വിൻ്റൽസ് എന്നുള്ളതിനെ നമ്മൾ ഇതിലോട്ട് കൺവേർട്ട് ചെയ്യണം മക്കളെ. യെസ്, കിലോഗ്രാമിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. നോക്കിക്കേ, 12 ക്വിൻ്റൽസ് പ്ലസ് എന്താണ് 750 കിലോഗ്രാം പ്ലസ് 15 ക്വിൻ്റൽസ് അല്ലേ നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 50 ക്വിൻ്റൽസിന് നമ്മൾ എന്ത് ചെയ്യണം മക്കളെ, കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, 2 0 അങ്ങ് ഇട്ട് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ 750 കൂട്ടണം 1500 കിട്ടും. രണ്ടും കൂടി ആഡ് ചെയ്ത് നമുക്ക് 2250 എന്ന് കിട്ടും. 2250 കിലോഗ്രാം എന്ന് കിട്ടും. ക്ലിയർ? ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് ദി വെയിറ്റ് ഓഫ് ദി സിമെൻറ്റ് ലെഫ്റ്റ് ഇൻ ദി ലോറി. ലോറിയിൽ ബാക്കിയുള്ള സിമെൻറ്റ് എത്രയാ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ മക്കളെ, നമുക്ക് ആദ്യം നോക്കാം. 50 ക്വിൻ്റൽസ് അതുപോലെ തന്നെ 900 കിലോഗ്രാമും 750 കിലോഗ്രാമും 15 ക്വിൻ്റൽസ് ആണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ടോട്ടൽ എത്രയായിരുന്നു ഉള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. നോക്കിക്കേ, ഇതിനെല്ലാം നമ്മൾ കിലോഗ്രാമിലേക്ക് മാറ്റുകയാണല്ലേ. 1500 പ്ലസ് 900 പ്ലസ് 750 പ്ലസ് 1500 ടോട്ടൽ നമുക്ക് എത്ര കിട്ടി? 4350 കിലോഗ്രാം എന്ന് കിട്ടി. ഓക്കെ, ഇനി ദ വെയ്റ്റ് ഓഫ് ദി സിമെൻറ്റ് ലെഫ്റ്റ് ഇൻ ദി ലോറി അല്ലേ. ആ ലോറിയിൽ ബാക്കിയുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം 510 ആണ് അതിലുള്ളത് അല്ലേ. 510 സിമെൻ്റ് ആണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിൽ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ഒരു വെയിറ്റ് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം 510 എന്ന് പറഞ്ഞാൽ 5000 കിലോഗ്രാം ആണ് അല്ലേ. അപ്പോൾ 5000 മൈനസ് 4350 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും മക്കളെ? 650 കിലോഗ്രാം എന്ന് കിട്ടും. 650 എന്ന് കിട്ടും. മനസ്സിലായല്ലോ. അപ്പം മിസ് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ആ ഒരു കൺസെപ്റ്റാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അത് മക്കൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അതിൽ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഹൗ മെനി മോർ കിലോഗ്രാംസ് ആർ നീഡഡ് ടു മേക്ക് ഇറ്റ് 110? പുട്ട് എ ടിക്ക് മാർക്ക് എഗെയിൻസ്റ്റ് റൈറ്റ് ആൻസർ. അതായത് ഇപ്പം നമ്മുടെ അടുത്ത് എത്രയാണ് പറഞ്ഞത്? 650 അവിടെ ബാക്കിയുള്ളത്. 650 കിലോഗ്രാമിന് ഒരു 10 ആക്കണമെങ്കിൽ എത്ര കൂടി വേണം എന്നാണ് ചോദിച്ചത്. എത്ര കൂടിയാണ് മക്കളെ? 350 350 ആഡ് ചെയ്ത് നോക്കിയാൽ മക്കൾക്ക് മനസ്സിലാവും. ഓക്കെ, 1000 കിട്ടും. 1000 അല്ലേ ഒരു 10 എന്ന് പറയുന്നത്. 1000 കിലോഗ്രാം അല്ലേ, 650 കിലോഗ്രാം ഉണ്ട്. 1000 ആണെങ്കിൽ അതിലേക്ക് 350 കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ക്ലിയർ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് മിസ്സിനൊരു കാര്യം പറയാനായിട്ടുണ്ട്. നമ്മൾ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ട് ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വളരെ ചെറിയൊരു എമൗണ്ടിൽ വെറും 100 രൂപയ്ക്ക് മാത്രമാണ് നമ്മൾ ഫീ വാങ്ങിക്കൊണ്ടാണ് നിങ്ങൾക്കുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ എന്ത് ചെയ്യുക, ഇവിടെ സ്ക്രീനിൽ കാണുന്ന 8589823710 എന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ട്യൂഷൻ ക്ലാസ്സുകൾക്ക് പുറമെയായിട്ട് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷും മലയാളവും മാത്സിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് പ്രയാസം നേരിടുന്ന കൂട്ടുകാരാണെങ്കിൽ, ഏറ്റവും വായനയിലും പ്രയാസം നേരിടുന്ന കൂട്ടുകാരാണെങ്കിൽ അവർക്കുള്ള സ്പെഷ്യൽ കോഴ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ, ഇംഗ്ലീഷിൽ എഴുത്തും വായനയും സംസാരമൊക്കെ ഈസി ആവാനായിട്ടുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളും എല്ലാം തമ്മിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും വളരെ കുറഞ്ഞൊരു ഫീ മാത്രമാണ് വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അടുത്ത അധ്യയന വർഷത്തേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ ഇവിടെ കമൻറ്റ് ബോക്സിൽ കാണുന്ന ആ ഒരു വാട്സപ്പ്
ഗ്രൂപ്പിൻ്റെ ലിങ്കിൽ തൊട്ടുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അഡ്മിഷനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, 5B ആണ്. റീകൺസ്ട്രക്ട് ദി ഹൗസസ് എന്നതാണ് നമ്മുടെ പ്രോബ്ലത്തിൻ്റെ പേര് വരുന്നത്. നോക്കിക്കേ, വോളണ്ടറി ഓർഗനൈസേഷൻ കളക്റ്റഡ് സിമെൻറ്റ് ഫോർ ദി റീകൺസ്ട്രക്ഷൻ ഓഫ് വർക്ക് ഡാമേജ്ഡ് ഇൻ ദി ലാൻഡ് സ്ലൈഡ്. സി ദി ക്വാണ്ടിറ്റി ഓഫ് സിമെൻറ്റ് കളക്റ്റഡ് ബൈ വേരിയസ് ഓർഗനൈസേഷൻ. ഇത് മക്കൾ നമ്മുടെ നേരത്തെയുള്ള ക്വസ്റ്റ്യൻ്റെ സെയിം അതേ ഒരു പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നോക്കിക്കേ, ഒരു സിമെൻറ്റിൻ്റെ ഒരു കണക്ക് തന്നെയാണ്. ഓരോ സ്ഥലത്തും കളക്ട് ചെയ്തിട്ടുള്ള സിമെൻറ്റിൻ്റെ ആ ഒരു എത്രയാണ് ക്വാണ്ടിറ്റി എന്നത് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ മക്കളെ, ഫസ്റ്റ് 19 കിൻഡൽസ്, 750 കിലോഗ്രാംസ്, 10 കിൻഡൽസ്, 350 കിലോഗ്രാംസ്. ഇത് മക്കൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞല്ലോ, ഒരു കാര്യം ഓർക്കുക, മിസ് ആദ്യം പറഞ്ഞിട്ടൊരു റിലേഷൻ ഉണ്ടല്ലോ, അത് മക്കൾക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഓർത്ത് വെച്ചുകൊണ്ട് മക്കൾ ചെയ്യുക. മിസ് ഒന്ന് ക്വസ്റ്റ്യൻ വായിക്കാം. ഹൗ മെനി ടെൻസ് ഓഫ് സിമെൻറ്റ് വാസ് കളക്റ്റഡ്? എത്ര ടൺ സിമെൻറ്റ് ആണ് കളക്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചത്. അപ്പം മക്കൾ ആദ്യം എന്ത് കണ്ടെത്തണം, എത്രത്തോളം കളക്ട് ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ നോക്കിക്കുക മക്കളെ, ഇവിടെ 90 കിൻഡൽസ് ഉണ്ട്, ഇവിടെ 10 കിൻഡൽസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഇത് രണ്ടും എത്രയായി? 10 + 19 എന്ന് പറഞ്ഞാൽ 29 കിൻഡൽസ് ഉണ്ടെന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള അവിടെ ഉണ്ട് അല്ലേ. പിന്നെ ഇവിടെ നോക്കിക്കുക മക്കളെ, ഒരു 750 കിലോഗ്രാം ഉണ്ട്, 350 കിലോഗ്രാം ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യണം, നമ്മൾ തമ്മിൽ ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ടോട്ടൽ എത്രയാണ് കിട്ടുന്നത് നോക്കുക, അതും കൂടി എന്ത് ചെയ്യണം, ഇതിൻ്റെ ഒപ്പം നമ്മൾ ചേർത്ത് കൊടുക്കണം. പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ മക്കൾ ടോട്ടൽ എത്ര ടൺ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുക കേട്ടോ. ഓക്കെ മക്കളെ, മിസ് ഇതിൽ ആൻസർ കൊടുത്തിട്ടുണ്ട്. മക്കൾ ആൻസർ ആദ്യം ചെയ്ത് നോക്കുക, അതിനുശേഷം എന്ത് ചെയ്യുക, ശരിയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, ദെൻ അതിൽ തന്നെയുള്ള മറ്റു ക്വസ്റ്റ്യൻസ് കൂടി മിസ് വായിക്കാം, മക്കൾ ജസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ബി ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് സിമെൻറ്റ് വാസ് കളക്റ്റഡ് ബൈ ബോധി ആർട്സ് ക്ലബ് ആൻഡ് സ്റ്റാർ യൂത്ത് ക്ലബ് എന്നാണ് ചോദിച്ചത് കേട്ടോ. അതെല്ലാം നമ്മുടെ ടേബിളിൽ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ നേരത്തെ ചെയ്ത സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ. ആ ഒരു കൺസെപ്റ്റ് മക്കൾക്ക് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആൻസർ കൂടി മിസ് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മക്കൾ ചെയ്ത് നോക്കുക, അതിനുശേഷം നിങ്ങൾക്ക് ആൻസർ കറക്റ്റ് ആണോ എന്നുള്ളത് മക്കൾ ചെയ്യുക കേട്ടോ. ചെക്ക് ചെയ്യുക. BCDE എന്ന് പറഞ്ഞിട്ട് മിസ് അതിൻ്റെ ആൻസർ കൂടി ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പാർട്ട് 1ഉം അതുപോലെ പാർട്ട് 2ഉം വീഡിയോ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, നിങ്ങളുടെ അടുത്ത ദിവസത്തെ എക്സാമിനായിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മുടെ ട്യൂഷൻ്റെ കാര്യം മറക്കണ്ട. നമ്മുടെ ട്യൂഷനിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിലൂടെ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം അറിയിക്കുന്നതാണ്. ഓക്കെ മക്കളെ, അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം.